നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു. എല്ലാവരും നന്നായിട്ടുണ്ട്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ സിനിമയിൽ. ഇറ്റ്സ് എ ഡ്രാമ ഫിലിം. സോ എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഈച്ച് ക്യാരക്ടേഴ്സ് ഹാവിങ് എ ലോട്ട് ഓഫ് ഡീറ്റെയിലിംഗ്. അപ്പോൾ ജോയി ചേട്ടനായാലും എലൻ സിയർ ആണെങ്കിലും എല്ലാവരും വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടർഫുൾ മ്യൂസിക്, എക്സ്ട്രാordinary ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ വളരെ ടാലൻ്റായ ഒരു ഡയറക്ടറാണ്. താങ്ക് യു. അഭിനയിച്ചിട്ടുണ്ട്. ജോർജ് ജോർജ്, സുരാജ് ആണെങ്കിൽ, അലൻസീർ ആണെങ്കിലും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു MDയുടെ ഒക്കെ ഫിലിം കണ്ടിറങ്ങിയ ഫീൽ. എന്നാൽ ഒരു ഫീൽ ഗുഡ് മൂവി ആണെങ്കിലും നമ്മൾ ഒട്ടും ബോറടിപ്പിക്കാതെ ഒരു തറവാട്ടിലുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് നല്ലൊരു കിട്ടിയിട്ടുണ്ട്. നൈസ് മൂവി, നല്ലൊരു ഫീലോടുകൂടി പടം കണ്ട് ഇറങ്ങി വരാൻ പറ്റും. ഒരു രക്ഷയില്ല, മൂന്നുപേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ സുരാജ് ആണെങ്കിലും അലൻസീർ ആണെങ്കിലും ജോജുവിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. ഹെവി ഡയലോഗ് ഡെലിവറി ഒക്കെ ആണെങ്കിലും പൊളിച്ചടിക്കിയിട്ടുണ്ട്. സൂപ്പർ, കൊള്ളാം. എല്ലാ ജോണറുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഐ തിങ്ക് 4.5. എൻ്റർടൈനിങ് മൂവിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പടമാണ്, സൂപ്പറാണ്. ജോർജ് ആണ് നായകന്, പിന്നെ സൂരജേട്ടൻ നന്നായി അഭിനയിച്ച് നല്ല പടമാണ്. ഫാമിലി കാണാൻ പറ്റിയ നല്ല മൂവിയാണ്. മോനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല പടമാണ്, സൂപ്പർ. വിഷ്വൽസിലാണ് അതിൻ്റെ ഭംഗി. ഇറ്റ്സ് ദ ബ്യൂട്ടീസ് ഇൻ ദ ഡയറക്ഷൻ, വിഷ്വൽസ്, കളറിങ്, DOP, ബ്യൂട്ടിഫുൾ. പിന്നെ തീർച്ചയായും അടിപൊളിയായിരുന്നു, സൂപ്പർബായിരുന്നു. സ്റ്റോറി നല്ല രസമാണ്. മേക്കിംഗ് ആണ് ഏറ്റവും നന്നായിരിക്കുന്നത്. ഡയറക്ഷൻ, കളറിങ് എല്ലാം ഭയങ്കര വെരി നൈസ്. നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല പടം, നല്ല കിടിലം പടം. എല്ലാരും അടിപൊളി. എല്ലാവരും കിടിലം പെർഫോമൻസ്. ഞാൻ ആരും അല്ല പറയാൻ. നല്ല പടം ബ്രോ, അടിപൊളി. എല്ലാരും കാണുക.